നമസ്കാരം. വന്ദേ മാതരം. 2024 ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് ബാലൻസ്, ജനാധിപത്യ ബാലൻസ് സംരക്ഷിച്ച ആരാന്ന് ചോദിച്ചാൽ അത് രണ്ടുപേരാണ്. ഒരുപക്ഷെ ഈ വർഷം പേഴ്സൺ ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞൊരു ടൈറ്റിൽ എല്ലാ വർഷത്തിന്റെ അവസാനവും വരാറുണ്ട്. അങ്ങനെ ആ പേഴ്സൺ ഓഫ് ദി ഇയർ ടൈറ്റിലിന് ഏറ്റവും അർഹരായവർ രണ്ടുപേരാണ്. അതിലൊന്ന് ശ്രീ രാഹുൽ ഗാന്ധിയാണ്, രണ്ട് ശ്രീ ധ്രുവ് റത്തിയാണ്. ധ്രുവ് റത്തി എന്ന് പറയുന്ന 29 വയസ്സ് മാത്രം പ്രായമായ ആ യുവാവാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഈ തീവ്ര വലതുപക്ഷത്തെ കള്ളങ്ങൾ പൊളിക്കാനും, ഈ ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, തുമ്മൽ ജിഹാദ് തുടങ്ങിയ കാര്യങ്ങൾ പൊളിക്കാനും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയെ അടിച്ച് തകർക്കാനുമുള്ള ഇനീഷ്യേറ്റീവ് എടുത്തത്. ഓൺ ഗ്രൗണ്ടിൽ ശ്രീ രാഹുൽ ഗാന്ധി അതിശക്തമായ മുന്നേറ്റം നടത്തിയപ്പോൾ അതേപോലെ ഓൺലൈനിൽ ശ്രീ ധ്രുവ് റത്തി വലിയ മുന്നേറ്റം നടത്തുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ ഇന്ന് ധ്രുവ് റത്തിക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ആ കേസാണ് ഇന്നത്തെ പ്രധാന ദേശീയ മാധ്യമങ്ങളിലെ വാർത്തകളിലൊന്ന്. യഥാർത്ഥത്തിൽ ഇന്നലെയാണ് കേസെടുത്തത്. ഇന്നതിൻ്റെ കുറേ ക്ലാരിറ്റിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ധ്രുവ് റത്തി എന്നൊരു പാരഡി അക്കൗണ്ടിൽ നിന്ന്, അതായത് ധ്രുവ് റത്തി എന്ന് എഴുതി വെച്ച പാരഡി അക്കൗണ്ടിൽ നിന്ന് ആരോ ഒരാൾ ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തു. അത് നമ്മുടെ ലോകസഭയിലെ സ്പീക്കർ ഓം ബിർളയുടെ മകൾക്ക് അനധികൃതമായി അഡ്മിഷൻ കിട്ടി, അല്ലെങ്കിൽ അനധികൃതമായി UPSC പരീക്ഷ പാസ്സായി എന്ന് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ധ്രുവ് റത്തിക്കെതിരെ അവർ കേസെടുത്തിരിക്കുന്നു. ധ്രുവ് റത്തിക്ക് ലീഗൽ നോട്ടീസ് വായിച്ചിരിക്കുന്നു എന്ന വളരെ കൗതുകമുണർത്തുന്ന വാർത്തകളാണ് NDTVയും ഹിന്ദുസ്ഥാൻ ടൈംസും ഹിന്ദു അടക്കം എല്ലാവരും റിപ്പോർട്ട് ചെയ്തു. എത്രമാത്രം എന്താ പറയുക, മണ്ടത്തരവും വിഡ്ഢിത്തരവുമാണ്. അതായത് ഈ ധ്രുവ് റത്തിയുടെ ഫാൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ധ്രുവ് റത്തിയുടെ പാരഡി അക്കൗണ്ടാണ് എന്നുള്ളത്. ആ പാരഡി അക്കൗണ്ടിന്റെ പോസ്റ്റിൽ വന്ന കാര്യത്തിനാണ് ഈ ധ്രുവ് റത്തിക്കെതിരെയുള്ള ഈ കേസ് എടുത്തിരിക്കുന്നത്. പരമാവധി ഇതിനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം മുമ്പും പല ആൾക്കാർക്കും ഫാക്ട് ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേക്ക് ന്യൂസുകൾക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്ന സുബേർ അടക്കമുള്ളവരെ ഒരുപാട് ലീഗൽ ഹരാസ്മെന്റിലൂടെ കൊണ്ടുപോയെന്ന് നമുക്കറിയാം. ആ രീതിയിൽ ഇനി ഏത് പക്ഷത്താണെങ്കിലും ഇതിനൊരു പക്ഷഭേദമൊന്നുമില്ല. ഏത് മിനിസ്ട്രി ആണെങ്കിലും അങ്ങനെ ചെയ്യുന്നതിന് യാതൊരു ന്യായവും മാന്യതയും മര്യാദയും ഇല്ല. അതിന് BJP, കോൺഗ്രസ്, ഇടത്, ആപ്പ് അങ്ങനെ യാതൊരു ഇതുമില്ല. ആരാണെങ്കിലും അത് ചെയ്യുന്നത് തെറ്റാണ്. ധ്രുവ് റത്തി അടക്കമുള്ളവർ നമ്മുടെ ജനാധിപത്യത്തെ സമ്പന്നമാക്കുന്നവരാണ്. ധ്രുവ് റത്തി കോൺഗ്രസ്സുകാരനല്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരു കാലത്ത് നരേന്ദ്രമോദി ഫാനായിരുന്നു. എന്നാൽ അതിശക്തമായി ശ്രീ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഉയർന്നു വരണമെന്ന് അദ്ദേഹം പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് സെൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക്, BJPക്ക് എന്നല്ല, ഒരു പാർട്ടിക്കും 400 450 സീറ്റോ ഒക്കെ കൊടുത്താൽ അത് ഈ രാജ്യത്തിന്റെ നാശത്തിലേക്കേ പോവുള്ളൂ. അത് ഏതെങ്കിലും പാർട്ടിക്ക് മൃഗീയമായ ഭൂരിപക്ഷം ഈ രീതിയിൽ കിട്ടുകയാണെങ്കിൽ അവർ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള ടെൻഡൻസീസ് കൂടുതലാണ്. പ്രത്യേകിച്ച് അത് കൂടുതൽ ഉണ്ടാകുന്നത് ലോകത്തെല്ലായിടത്തുമുള്ള ഈ റൈറ്റ് വിങ് എന്ന് പറയുന്ന റൈറ്റ് ലീനിങ് പാർട്ടീസിനാണ്. അവർക്ക് ക്രഷ് ചെയ്യാനുള്ള ടെൻഡൻസീസ് കൂടുതലുണ്ടാവും. ഇതേപോലെ മറുഭാഗത്തു നിന്ന് ആൾക്കാരുണ്ടാവാം, സംശയമൊന്നുമില്ല. അപ്പം ട്രംപ് അടക്കമുള്ള വലതുപക്ഷവാദികൾക്ക് സംഭവിക്കുന്ന, അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്നവർക്ക് അതോറിറ്റേറിയൻ ഫാസിസ്റ്റിക് ടെൻഡൻസീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ലെഫ്റ്റ് വിങ് ടോട്ടലിറ്റേറിയനിസം ഉണ്ടാകാറുണ്ട്. അതാണ് നമ്മൾ സ്റ്റാലിൻ അടക്കമുള്ള, പോൾപോട്ട് അടക്കമുള്ളവർ, അല്ലെങ്കിൽ മാവോ അടക്കമുള്ളവർ ചൈനയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ തീവ്ര ലെഫ്റ്റും തീവ്ര റൈറ്റും അല്ല, മധ്യമാണ് വേണ്ടതെന്ന് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ഈ ധ്രുവ് റത്തി അടക്കമുള്ളവരാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ ബാലൻസ് കീപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ ധ്രുവ് റത്തിക്കെതിരെയുള്ള ഈ വ്യാജ കേസ് ഇന്ന് വലിയ വാർത്തയാണ്. ധ്രുവ് റത്തിയുടെ പാരഡി അക്കൗണ്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കേസിൽ അതിൻ്റെ ഏറ്റവും വലിയ തമാശ, അക്കൗണ്ട് നോക്കണം, ആ എക്സിന്റെ അക്കൗണ്ടിന്റെ പേര് തന്നെ ധ്രുവ് റത്തി ബ്രാക്കറ്റിൽ പാരഡി എന്നുള്ളതാണ്. അപ്പം പോലീസുകാർ വെറുതെ ഒന്ന് ഹരാസ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാം എന്ന് പറയാൻ വേണ്ടി ചെയ്യുന്ന കാര്യം മാത്രമാണ്. തന്നെ അപ്പുറം യാതൊരു റിലവൻസും ഇല്ല. ഇത്രയും വിവരവും ബുദ്ധി ഇല്ലാത്തവനാണ് അവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നത്. അതും ധ്രുവ് റത്തി പോലെ രാജ്യം ശ്രദ്ധിക്കുന്ന, കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോകൾ കാരണം പ്രധാനമന്ത്രിക്ക് പോലും ലക്ഷക്കണക്കിന് വോട്ട് കുറഞ്ഞൊരു മനുഷ്യന്റെ അക്കൗണ്ട് നേരെ നോക്കാതെയാണോ കേസിടുന്നതെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അതിശക്തമായി റേസ് ചെയ്യാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കഴിയണം. എനിക്ക് ഉറപ്പുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആ വിഷയം, ധ്രുവ് റത്തിക്കെതിരെ തെറ്റായ ആക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ ആ വിഷയം ടേക്കപ്പ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ധ്രുവ് റത്തിയുമായിട്ട് വർഷങ്ങളോളം പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് 2012 തോന്നുന്നു, 2012-13 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത്. ഒന്ന് രണ്ട് ചാനൽ ചർച്ചകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹം എനിക്ക് അയച്ച മെസ്സേജുകൾ, ഞാൻ അദ്ദേഹത്തിന് അയച്ച മെസ്സേജുകൾ ഇപ്പോഴും ഞാൻ വലിയൊരു ട്രഷർ പോലെ സൂക്ഷിക്കുന്നുണ്ട്. അന്നേ ധ്രുവ് റത്തി വലിയൊരു സ്പാർക്ക് ഞാൻ കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ധ്രുവ് റത്തി പറഞ്ഞ നല്ല കാര്യങ്ങളും അതാണ്. അതായത്
ധ്രുവറാത്തി കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഈ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ, ഫേക്ക് ന്യൂസ് ഫാക്ടറീസിനെതിരെ, വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെ വ്യാജ പ്രചരണം, നമ്മുടെ ആൾക്കാരെ പറ്റിക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെ വ്യാജ പ്രചരണത്തിനെതിരെ അതിശക്തമായ നീക്കം നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. ഒരുപാട് പേർ ഇത്തരം എന്താ പറയണേ, അവർക്ക് ഇത്തരം മെത്തേഡ്സുമായി പോയി ഹരാസ്മെന്റിനുണ്ട്. ഉദാഹരണം, ഒരു 3 ദിവസം മുമ്പ് ജൂലൈ 12, 2024 ഒരു പെറ്റീഷൻ ബോംബെ ഹൈക്കോടതിയിലാണ് പോയിരിക്കുന്നത്. ആ ബോംബെ ഹൈക്കോടതിയിലെ പെറ്റീഷൻ രാഹുൽ ഗാന്ധിക്കും ധ്രുവറാത്തിക്കുമെതിരെയാണ്. അവർ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തു അല്ലെങ്കിൽ വെളിയിൽ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പരമാവധി ഒരാളെ മെനക്കെടുത്തുക, ഇറിറ്റേറ്റ് ചെയ്യുക, ഹരാസ് ചെയ്യുക, ലീഗൽ ഹരാസ്മെന്റ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. ധ്രുവറാത്തിക്ക് എനിക്ക് തോന്നുന്നില്ല ധ്രുവറാത്തിയെ പോലെ ഇന്ത്യ കാണുന്ന ഏറ്റവും പ്രമുഖമായ ഒരു യൂട്യൂബർ, കോണ്ടന്റ് ക്രിയേറ്റർക്കെതിരെ ആക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ അത് പ്രതിരോധിക്കാൻ മുമ്പോട്ട് വരുമെന്നും പ്രതീക്ഷിക്കുന്നു. കാര്യം ഈ വർഷം, ഈ 2024 എന്ന വർഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഡിഫൈൻ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ ഉദയവും ധ്രുവറാത്തിയുടെ പ്രതിരോധവും എന്ന രീതിയിലായിരിക്കും. ധ്രുവറാത്തി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതാണ്. ഹരിയാനയിലെ ഹിന്ദു ജട്ട് ഫാമിലിയിൽ ജനിച്ചതാണ്. അദ്ദേഹം തങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെയുള്ള ഈ വിദ്വേഷ പ്രചരണങ്ങളിൽ മനമെടുത്ത് അതിശക്തമായൊരു പ്രതിരോധം തീർത്ത് 100 കണക്കിന് എന്താ പറയുക വീഡിയോസ് ചെയ്തു. അത് കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തി. അതൊരു വലിയ പ്രതിരോധത്തിന്റെ കവചം നിർമ്മിച്ചു. എനിക്കേന്നറിയാം, ധ്രുവറാത്തിയുടെ വീഡിയോ കൊണ്ട് തങ്ങൾ ഈ കണ്ട കാര്യങ്ങൾ പലതും തെറ്റാണ്, വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ ഇന്ന് ദിവസം രാവിലെ കിട്ടുന്ന ഇസ്ലാമോഫോബിയ, മുസ്ലിം വിരോധവും തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരുപാട് പേർ. അതുകൊണ്ട് അത്തരം നീക്കങ്ങൾ പ്രതിരോധിക്കാൻ നമ്മുടെ പൊതുസമൂഹത്തിനും സിവിൽ സൊസൈറ്റിക്കും ആവട്ടെ. ധ്രുവറാത്തിയെ പോലുള്ളവർ നാഷണൽ അസറ്റാണ്. ഈ വർഷം രാഹുൽ ഗാന്ധിയുടെയും ധ്രുവറാത്തിയുടെയും പേരിലായിരിക്കും മാർക്ക് ചെയ്യപ്പെടുക. 2024 എന്ന ടേണിംഗ് പോയിന്റ് ഈ 2 വ്യക്തിത്വങ്ങളുടെ പേരിലായിരിക്കും. ആ 2 വ്യക്തിത്വങ്ങൾക്കും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, സുഖമുണ്ടാകട്ടെ. അത്തരം ജനാധിപത്യത്തിലെ പ്രതിരോധ സ്വരങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു തരത്തിലുള്ള നീക്കങ്ങളും പൊതുസമൂഹം അംഗീകരിക്കരുത്. നിങ്ങൾ BJP ആകാം, നിങ്ങൾ കോൺഗ്രസ് ആകാം, നിങ്ങൾ CPM ആകാം, നിങ്ങൾ ആപ്പ് ആകാം, നിങ്ങൾ നിരീശ്വരവാദിയാകാം, വിശ്വാസിയാകാം, സോഷ്യലിസ്റ്റ് ആകാം, രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തവരായിരിക്കാം, ദൈവത്തിൽ താല്പര്യമില്ലാത്തവരായിരിക്കാം. അതൊന്നുമല്ല പ്രശ്നം. ജനാധിപത്യത്തിൽ നമ്മൾ കാണിക്കേണ്ട മാന്യതയും മര്യാദയും ഉണ്ട്. അത് കള്ളക്കേസുകളിലൂടെ ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഏവർക്കുമാണ്.